ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നിങ്ങളോടെല്ലാവരും എൻ്റെയും അച്ചീവർ സ്റ്റഡി വ്ളോഗ് ടീമിൻ്റെയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. കാരണം നമ്മുടെ ചാനൽ തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 100 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. ഇന്നത്തെ വ്ളോഗിൽ വളരെ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായ ഒരു ടോപ്പിക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി, കാട്ടിലെ കർഷകൻ എന്ന് വിളിപ്പേരുമുള്ള മലമുഴക്കി വേഴാമ്പൽ അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിലിനെ പറ്റിയും അവയുടെ രസകരമായ ജീവിത രീതിയെപ്പറ്റിയുമാണ് ഇന്നിവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. നിങ്ങളോടുള്ള ഒരുപാട് സന്തോഷത്തോടെയും കടപ്പാടോടെയും വീഡിയോയിലോട്ട് കിടക്കാം. ദി ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ എന്ന് സാധാരണയായി വിളിക്കുന്ന മലമുഴക്കി വേഴാമ്പലിൻ്റെ അപരനാമമാണ് മരവിത്തലച്ചി. വേഴാമ്പൽ കുടുംബത്തിലെ അംഗമായ ഇവയിലെ പ്രധാന വേഴാമ്പൽ ഇനങ്ങളാണ് കാക്ക വേഴാമ്പലും കോഴി വേഴാമ്പലും. വേഴാമ്പലിൻ്റെ കൂട്ടത്തിലെ ഏറ്റവും വലിപ്പമുള്ള പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ഈ പക്ഷി തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായി തിരഞ്ഞെടുത്തിരിക്കുന്നതും. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കു ഭാഗത്തായി കാണപ്പെടുന്ന സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ തന്നെയാണ്. മലകളിൽ പ്രതിധ്വനിക്കുമാറുള്ള ഇവയുടെ ശബ്ദവും ഹെലികോപ്റ്റർ പറക്കുമ്പോഴുള്ള ശക്തമായ ചിറകൊടിയൊച്ചയുമാണ് ഇവയ്ക്ക് മലമുഴക്കി എന്ന് പേര് വരാൻ കാരണം. ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ഉഷ്ണമേഖല ആവാസ വ്യവസ്ഥയിൽ വസിക്കുന്ന ബിസറോസ് ബൈക്കോർണിസ് എന്ന ശാസ്ത്രനാമമുള്ള മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൽ നെല്ലിയാമ്പതി, ആതിരപ്പള്ളി, വാഴച്ചൽ, ചെന്തുരുണി കാടുകളിലും കാണപ്പെടുന്നു. മിശ്രപൊക്കുകളായ ഇവ പഴങ്ങളും ചെറിയ ജീവികളെയും തിന്നു ജീവിക്കുന്നു. ഏകദേശം 50 വർഷം വരെ ആയുസ്സുള്ള മലമുഴക്കി വേഴാമ്പലിൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത തലയിലായി കറുപ്പും മഞ്ഞയും കലർന്ന ഒരു തൊപ്പിയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ആൺവേഴാമ്പലിന് 3 മുതൽ 4 അടി വരെ ഉയരവും 5 അടിയോളം ചിറകളവും 2 മുതൽ 4 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. പെൺവേഴാമ്പലുകൾ ആൺവേഴാമ്പലുകളേക്കാൾ വലിപ്പം കുറഞ്ഞവയാണ്. ആൺപക്ഷികൾ സ്വന്തം തൂവലുകളുടെ ഭംഗി വർദ്ധിപ്പിക്കാനായി ശരീരഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവം ഉപയോഗിച്ച് ചീകി സുന്ദരമാക്കി വെക്കാറുണ്ട്. വനത്തിൽ കൂട്ടമായിട്ടായിരിക്കും മലമുഴക്കിയെ കാണാറുള്ളത്. 20 എണ്ണം അടങ്ങുന്ന കൂട്ടങ്ങളായിരിക്കും അവ. ചുരുങ്ങിയത് 50 അടിയെങ്കിലും ഉയരത്തിലുള്ള വൃക്ഷത്തിലാണ് ഇവർ കൂടുകൂട്ടുന്നത്. ചെറിയൊരു അനക്കം കിട്ടിയാൽ പോലും ചിറകടിച്ചു പറന്നു പോകുന്ന മലമുഴക്കി കൂടിൻ്റെ പരിസരത്ത് അപരിചിതരുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഭയം മൂലം മണിക്കൂറുകൾ കഴിഞ്ഞേ ആൺപക്ഷി തിരിച്ചെത്തുകയുള്ളൂ. അത്രയും ജാഗ്രത പുലർത്തുന്ന മലമുഴക്കിയെ കാട്ടിലെ കർഷകൻ എന്നും വിശേഷണമുണ്ട്. പല വൃക്ഷങ്ങളുടെയും വിത്തുകൾ വിതരണം ചെയ്യുന്നതിനാലാണ് ഇവയെ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഏകപത്നി അല്ലെങ്കിൽ മോണോഗാമസ് ജീവിത രീതി പിന്തുടരുന്ന മലമുഴക്കിയിലെ ആണിൻ്റെ ജോലി കൂട്ടിനുള്ളിലെ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും ഭക്ഷണം എത്തിക്കുക എന്നതാണ്. കൂട്ടിനുള്ളിൽ മുട്ട വിരിയുന്ന സമയത്ത് പെൺവേഴാമ്പൽ തൂവൽ പൊഴിച്ചു കഴിയുന്ന സമയം എന്തെങ്കിലും അപകടം പറ്റി ആൺവേഴാമ്പലിന് കൂട്ടിലേക്ക് ഭക്ഷണവുമായി തിരികെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ അമ്മയും മക്കളും പട്ടിണി കിടന്ന് ചത്തുപോകും. ഈ വിധത്തിലുള്ള പ്രജനന രീതിയിലുള്ള പക്ഷികൾക്ക് മോണോഗാമസ് അല്ലെങ്കിൽ ഒറ്റ ഇണബന്ധം തന്നെയാണ് പ്രകൃതി കരുതി വെച്ചിട്ടുള്ളത്. പെൺവേഴാമ്പലുകൾ മരങ്ങളുടെ പൊത്തുകളിലുള്ള കൂടുകളിൽ മുട്ടയിടുന്ന കാലത്ത് പെൺപക്ഷി കൂട്ടിൽ കടന്ന ശേഷം മരത്തിൻ്റെ തൊലിയും ചെളിയും വിസർജ്യവും കൊണ്ട് കൊക്കുകൾ മാത്രം പുറത്തു കാണത്തക്ക വിധം ബാക്കി ഭാഗങ്ങൾ അടയ്ക്കുന്നു. പെൺപക്ഷി പക്ഷിത്തൂവലുകൾ കൊഴിച്ച് കുഞ്ഞുങ്ങൾക്ക് പതുപത് കൂടൊരുക്കും. മുട്ട വിരിയാൻ 45 മുതൽ 50 ദിവസമെടുക്കും. ഇത്രയും ദിവസം കൂട്ടിൽ നിന്നും പെൺവേഴാമ്പൽ പുറത്തിറങ്ങില്ല. പിന്നീട് ആൺപക്ഷിയാണ് പെൺപക്ഷിക്കുള്ള ഭക്ഷണങ്ങളും പഴങ്ങളുമൊക്കെ പെൺപക്ഷിയുടെ ചുണ്ടിലേക്ക് പകർന്നു കൊടുക്കുന്നത്. മുട്ട വിരിയുന്നതുവരെ പഴങ്ങൾ മാത്രമായിരിക്കും പെൺപക്ഷി കഴിക്കുക. അതിനുശേഷമാണ് ഓന്തിനെയും ചെറു പാമ്പുകളെയും ഉരകങ്ങളെയും എലികളെയും ചെറുജീവികളെയും പിടിച്ച് പെൺപക്ഷിക്ക് കൊടുക്കുന്നത്. ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് സംരക്ഷിക്കാനാണ് ഇങ്ങനെ ഒരു ഭക്ഷണരീതി. ഈ ഘട്ടത്തിൽ പെണ്ണിന് പുതിയ തൂവലുകൾ വന്ന് കൂടുതൽ സുന്ദരിയാകും. അതേസമയം അധ്വാനഭാരം കൂടുന്ന ആൺപക്ഷിയുടെ ഭാരം 1 കിലോയോളം കുറയും. മുട്ട വിരിഞ്ഞ് 10 മുതൽ 15 ദിവസങ്ങൾ കഴിഞ്ഞേ പെൺവേഴാമ്പൽ പുറത്തിറങ്ങുകയുള്ളൂ. പുറത്തിറങ്ങിയാലും കുറേ ദിവസങ്ങൾ വിശ്രമത്തിലായിരിക്കും. ആ സമയത്തും അവൾക്കും കൂട്ടിലെ കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത് ആൺവേഴാമ്പലാണ്. ആൾപെരുമാറ്റമോ മറ്റു ശല്യങ്ങളോ ഇല്ലെങ്കിൽ ഒരേ പൊത്തിലായിരിക്കും വർഷങ്ങളോളം വേഴാമ്പലുകൾ കൂടുകൂട്ടുന്നത്. അമ്മ പക്ഷിയുടെ കാലശേഷം അവസാനത്തെ തവണ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പെൺപക്ഷിക്കായിരിക്കും കൂടിൻ്റെ അവകാശം. അതാണ് മരുമക്കത്തായം. വേഴാമ്പലിൻ്റെ മഴ കാത്തിരിപ്പ് എന്നൊരു ശൈലി പണ്ടുകാലം മുതലേ മലയാള സാഹിത്യത്തിലും കവിതയിലും കഥകളിലും നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയമാണ്. എന്നാൽ അതിനൊട്ടും കാമ്പില്ല താനും. വേഴാമ്പലിൻ്റെ തൊണ്ടയ്ക്കൊരു ദ്വാരമുള്ളതിനാൽ വെള്ളം നേരിട്ട് കുടിക്കാനാകില്ലെന്നും മഴവെള്ളത്തിനായി കാത്തിരിക്കണം എന്നൊരു തെറ്റായ സങ്കല്പം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ധാരാളം മൃദുലപ്പഴങ്ങൾ കഴിക്കുന്നതിനാൽ പല പക്ഷികൾക്കും നമ്മളെപ്പോലെ വെള്ളം കുടിക്കേണ്ട ആവശ്യവും വെള്ളത്തിനായുള്ള പ്രത്യേക ദാഹവും ഉണ്ടാകില്ല. അതിനാൽ തന്നെ 50 അടി ഉയരത്തിൽ വസിക്കുന്ന വേഴാമ്പലുകൾ താഴെ ഇറങ്ങി വെള്ളം കുടിക്കുന്ന ദൃശ്യം ആർക്കും കാണാൻ കഴിയാത്തതിനാൽ ആർക്കോ തോന്നിയ ഒരു ഭാവന മാത്രമാണ് വേഴാമ്പൽ ദാഹിച്ചു വലഞ്ഞ് മഴമേഘങ്ങളെ കാത്തിരിക്കുകയാണ് എന്നത്. ഈ വർഗത്തിലെ പല പക്ഷികളും വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. ഇവയുടെ ജീവന് ഭീഷണിയാകുന്ന പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. വനനശീകരണം അല്ലെങ്കിൽ ഡീഫോറസ്റ്റേഷൻ. കാടുകൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഇവയ്ക്ക് താമസിക്കാനും ഭക്ഷണം കിട്ടാനുമുള്ള സൗകര്യങ്ങൾ ഇല്ലാതാകും. ഇത് അവയുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവുണ്ടാക്കും.
2 വന്യജീവി വേട്ട അല്ലെങ്കിൽ പോച്ചിങ്. വേഴാമ്പലുകളുടെ തലപ്പുള്ളി അല്ലെങ്കിൽ കാസ്ക്യൂ എന്നറിയപ്പെടും. സോ വേഴാമ്പലുകളുടെ തലപ്പുള്ളിയോ മാംസത്തിനു വേണ്ടിയോ വേട്ടയാടുന്നത് അവയുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. ഇത് അവയെ ഇല്ലാതാക്കാൻ കാരണമാകുന്നു. മൂന്നാമത്തേതാണ് ഹാബിറ്ററ്റ് ലോസ് അല്ലെങ്കിൽ വാസസ്ഥലങ്ങളുടെ അഭാവം. വേഴാമ്പലുകളുടെ താവളവും കൂടുകൾ നിർമ്മിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള വലിയ മരങ്ങൾ വെട്ടിനശിപ്പിക്കുന്നതിലൂടെ അവയ്ക്ക് വാസസ്ഥലം ഇല്ലാതാകുന്നു. ഇതും അവയുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് മനുഷ്യൻ്റെ ഇടപെടൽ. കൃഷി, നിർമ്മാണ പ്രവർത്തനങ്ങൾ, മറ്റു മനുഷ്യൻ്റെ ഇടപെടലുകൾ എന്നിവ വേഴാമ്പലുകളുടെ വാസസ്ഥലം നശിപ്പിക്കുകയും അവയുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. പ്രളയം, കാട്ടുതീ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ വേഴാമ്പലുകളുടെ കൂടുകൾ നശിപ്പിക്കുകയും അവയുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുന്നു. വേഴാമ്പലുകളുടെ സംരക്ഷണത്തിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തേതാണ് ഹാബിറ്ററ്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വാസസ്ഥലങ്ങളുടെ സംരക്ഷണം. ദെൻ ആൻറ്റി പോച്ചിങ് മെഷേഴ്സ് അല്ലെങ്കിൽ വന്യജീവി വേട്ട നിരോധിക്കൽ. നെക്സ്റ്റ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്, അതായത് വേഴാമ്പലുകളുള്ള വാസസ്ഥലങ്ങളുടെ അരികത്ത് താമസിക്കുന്ന ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ ഇവയെ സംരക്ഷിക്കാനുള്ള അധികാരവും അവകാശവും ആവശ്യമായ സഹായ സഹകരണവും ചെയ്തു കൊടുക്കുക. നെക്സ്റ്റ്, റിസർച്ച് ആൻഡ് മോണിറ്ററിംഗ്, ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തുക. വേഴാമ്പലിൻ്റെ ആകെ കണക്കെടുപ്പ് നടത്തുകയും അവയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുക. നെക്സ്റ്റ്, റൈസിംഗ് അവയർനെസ്, അതായത് ബോധവൽക്കരണം നടത്തുക. വനങ്ങൾ വെട്ടിനശിപ്പിക്കാതിരിക്കാനും മലമുഴക്കി വേഴാമ്പലിൻ്റെ പ്രകൃതിയായുള്ള ആവാസ വ്യവസ്ഥകൾ തകർക്കാതിരിക്കാനും പബ്ലിക്കിനെ ബോധവാന്മാരാക്കുക. ദെൻ അഡ്രസ്സിംഗ് ഹ്യൂമൻ ഇമ്പാക്ട്സ്. ഹോൺബില്ലിൻ്റെ ആവാസ വ്യവസ്ഥയിലും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളിലും ഹ്യൂമൻ ഇമ്പാക്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക. ദെൻ അഡ്രസ്സിംഗ് ട്രേഡ്. ഹോൺബിൽ കാസ്ക്യൂസ് അല്ലെങ്കിൽ വേഴാമ്പലുകളുടെ തലപ്പുള്ളി ആർട്ടിഫിഷ്യലായി നിർമ്മിച്ച് വ്യാപാരം നടത്താൻ പ്രോത്സാഹിപ്പിക്കുക. എന്നിവയിലൂടെ ഹോൺബില്ലിൻ്റെ ജീവനുമേലുണ്ടായേക്കാവുന്ന വലിയൊരു ശതമാനം ഭീഷണി കുറയ്ക്കാനാകും. 2003 വാഴച്ചാലിൽ DFO ആയിരുന്ന ഡോക്ടർ NC ഇന്ദുചൂടൻ ആദിവാസികളുടെ പങ്കാളിത്തത്തോടെ വേഴാമ്പൽ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതിയും നടപ്പാക്കിയിരുന്നു എന്നതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. സോ ഇത്രയുമാണ് നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിൻ്റെ പ്രത്യേകതകളും അനുബന്ധ വിവരങ്ങളും. ഇതിൽ ഒരുപാട് ഫാക്ട്സ് കേരള PSCയുടെ ചോദ്യാവലിയിൽ ഇടം പിടിക്കാനുതകുന്നതാണ്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും കേരള PSC, SSC, CAS, UPSC സിലബസിനെ ബേസ് ചെയ്തുള്ള ക്ലാസ്സുകൾക്കും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് വരും. അതിലൂടെ താമസിയാതെ വീഡിയോ കണ്ട് ഇൻഫർമേറ്റീവ് ആകാൻ എല്ലാ ആശംസകളും നേരുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്.